നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. സുൽത്താൻ ബത്തേരിയിൽ ആരെയും അമ്പരപ്പിക്കുന്ന ഒരു സർക്കാർ അതിഥി മന്ദിരമുണ്ട്. 13 വർഷമായി പണി തുടരുന്ന ഗസ്റ്റ് ഹൗസ്. ഏറ്റവും കൂടുതൽ കാലം നിർമ്മാണ പ്രവൃത്തികൾ നീണ്ട കെട്ടിടമെന്ന ഖ്യാതിയാണ് ഇതിനുള്ളത്. എന്ന് പൂർത്തിയാകും എന്ന ഈ അതിഥി മന്ദിരം തന്നെ ചോദ്യം ഉയർത്തിയിട്ട് കാലങ്ങൾ ഏറെയായി. 13 വർഷമായി പണിയുന്ന ഗസ്റ്റ് ഹൗസ് മിനുക്കിയെടുക്കാൻ കോടികൾ വേണം. വിനോദസഞ്ചാര വകുപ്പിനാണ് അനക്കവുമില്ല. ഇവിടെ എല്ലാം നാച്ചുറൽ ആണ്. ഇല പൊഴിച്ച മരങ്ങൾ, അത് വീണ് കിടക്കുന്ന മുറ്റം, വയനാട്ടിലെ നാടൻ കാട്ടുചെടികൾ, പൂക്കൾ, ബ്യൂട്ടി ഇൻ ഡിസോർഡർ, അതുപോലെ തന്നെ 2010 തുടങ്ങിയ പണിയാണിത്. 13 വർഷത്തിനിപ്പുറവും ഒന്നും പൂർത്തിയായിട്ടുമില്ല. ഇടയ്ക്ക് മിന്നൽ പരിശോധനയ്ക്ക് പോകുന്ന മന്ത്രിക്ക് വേണമെങ്കിൽ വന്ന് നോക്കാവുന്നതാണ് എന്നും നാട്ടുകാർ പറയുന്നു. 4 VIP റൂമുകൾ, 48 എക്സിക്യൂട്ടീവ് മുറികളുമൊക്കെയുണ്ട്. വിനോദസഞ്ചാരികളുടെ കുത്തൊഴുക്കാണ് വയനാട്ടിലേക്ക് എന്നാണ് സർക്കാർ പറയാറുള്ളത്. അപ്പോൾ പിന്നെ അവരിൽ കുറച്ചു പേർക്കെങ്കിലും താമസിക്കാൻ ഇവിടെ സൗകര്യം ഒരുക്കിയാൽ സർക്കാരിന് വരുമാനവും ലഭിക്കും. നാട്ടുകാരായ കുറച്ചു പേർക്ക് ജോലിയും ലഭിക്കും. അതുകൊണ്ട് ഇനിയെങ്കിലും വൈകാതെ സുൽത്താൻ ബത്തേരി ഗസ്റ്റ് ഹൗസിന്റെ പണി തീർക്കണമെന്നാണ് നാട്ടുകാർ പറയുന്നത്. മിന്നൽ പരിശോധനയും നടത്തി മറ്റു കാര്യങ്ങളും നടത്തി പാലങ്ങളും ഉദ്ഘാടനം ചെയ്ത മന്ത്രിക്ക് അങ്ങ് കടന്നുപോയാൽ മതിയോ എന്നാണ് നാട്ടുകാരുടെ ചോദ്യം. വിനോദസഞ്ചാരത്തിനും അതുപോലെ തന്നെ ടൂറിസത്തിനും എന്ത് വില കൊടുത്തും കേരളത്തിൽ ടൂറിസത്തെ വളർത്തിക്കൊണ്ടുവരുമെന്ന നാഴിക്ക് 40 വട്ടം പറയുന്ന ടൂറിസം വകുപ്പ് മന്ത്രി ഇതും കൂടി ഒന്ന് കണ്ടറിഞ്ഞ് ചെയ്യണമെന്നാണ് നാട്ടുകാർ കുറ്റപ്പെടുന്നത്. മിന്നൽ പരിശോധന നടത്തുന്ന മന്ത്രി ഒന്ന് വന്ന് നോക്കിയാൽ തന്നെ ഇതിന്റെ സാഹചര്യം മനസ്സിലാകും എന്നാണ് നാട്ടുകാർ പറയുന്നത്. ആവശ്യത്തിനും അനാവശ്യത്തിനും കോടികൾ എഴുതി നൽകുന്ന മന്ത്രിക്ക് ഈ ഒരു ആവശ്യത്തിന് കൂടി തുക ചെലവഴിച്ച് ഇതിനു വേണ്ട നടപടികൾ സ്വീകരിക്കാൻ പാടില്ലേ എന്നും നാട്ടുകാർ ചോദിക്കുന്നുണ്ട്. ഒരു കാര്യം, ആ നാടിനെ തന്നെ മുഖമൊരുക്കുന്ന ഒരു കാര്യമായി മാറും ഈ ഒരു ഗസ്റ്റ് ഹൗസ് വന്നു കഴിഞ്ഞാൽ. മാത്രമല്ല, നാട്ടിലെ ചില ചെറുപ്പക്കാർക്കും അവിടുത്തെ വനിതകൾക്കും ഉൾപ്പെടെയുള്ളവർക്ക് ജോലിയും ലഭിക്കും എന്നതും സത്യാവസ്ഥയാണ്. എന്തായാലും വലിയ രീതിയിൽ തന്നെയാണ് നാട്ടുകാർ ഒരു പ്രതിഷേധവുമായി നിൽക്കുന്നത്. മന്ത്രിയെ തന്നെയാണ് ഇവർ കുറ്റപ്പെടുന്നത്. കഴിഞ്ഞ 13 വർഷമായാണ് പണിതുകൊണ്ടിരിക്കുന്ന ഈ ഗസ്റ്റ് ഹൗസ്. ഇതുവരെയും പണി തീർന്നിട്ടില്ല എന്നതാണ് മറ്റൊരു കാര്യം. 13 വർഷമായി പണി തുടരുന്ന ഗസ്റ്റ് ഹൗസ്, ഏറ്റവും കൂടുതൽ കാലം നിർമ്മാണ പ്രവൃത്തികൾ നീണ്ട കെട്ടിടമെന്ന ഒരു പക്ഷേ റെക്കോർഡ്, ഗിന്നസ് റെക്കോർഡ് ഒരു പക്ഷേ ഈ കെട്ടിടത്തിന് ലഭിക്കാനുള്ള സാഹചര്യം ഉണ്ടെന്നടക്കമുള്ള കാര്യങ്ങൾ പറഞ്ഞ് നാട്ടുകാരടക്കം കുറ്റപ്പെടുത്തുകയാണ്.